അങ്ങനെ അമൃത് കഴിച്ച ദേവന്മാർ അതിശക്തന്മാരായിട്ട് മാറി. അമൃത് കിട്ടാത്ത അസുരന്മാർ ആയുധങ്ങളുമായിട്ട് പുറപ്പെട്ടു. അതിഭീകരമായ ദേവാസുര യുദ്ധം. ആ ദേവാസുര യുദ്ധത്തിൽ അസുരന്മാരുടെ വംശവിച്ഛേദമുണ്ടാവും, തീരെ ഇല്ലാണ്ടാവുമെന്ന് കണ്ടപ്പോൾ ബ്രഹ്മാവിന് സങ്കടമായി. അസുരന്മാരും തൻ്റെ പ്രജകളാണ്. നാരദനെ പറഞ്ഞു വിട്ടു, ദാ ആ യുദ്ധം നിർത്തുമെന്ന്. ദേവാസുര മധ്യത്തിൽ വന്ന് നിന്നു നാരദൻ. എന്നിട്ട് പറഞ്ഞു, ഭവദ്ഭിരമൃതം പ്രാപ്തം നാരായണ ഭുജാശ്രയേ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ഐശ്വര്യങ്ങളാലും തിരിച്ചു കിട്ടിയില്ലേ, യൗവനം തിരിച്ചു കിട്ടിയില്ലേ, ഉപാരമത വിഗ്രഹാൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറൂ. ആ ഭീകരമായ യുദ്ധത്തിൽ അസുരചക്രവർത്തിയായിട്ടുള്ള മഹാബലി കൊല്ലപ്പെട്ടു. ദേവാസുര യുദ്ധം അവിടെ ഇല്ലാണ്ടായി. നാരദ മഹർഷി അവിടെ നിന്ന് നേരെ കൈലാസത്തിലേക്കാണ് പോയേ. മമ്മിയൂർ ചെന്നിട്ട് മമ്മിയൂരപ്പനോട് പറഞ്ഞു, എൻ്റെ മമ്മിയൂരപ്പ, ഗുരുവായൂരപ്പൻ്റെ തൊട്ടടുത്ത് നിന്നിട്ട് വൈഷ്ണവാനാം അഹം ശംഭു എന്ന് പറഞ്ഞ് അഭിമാനിച്ച് നിന്ന ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും വലിയ ഭക്തനായിട്ട് ആ ഗുരുവായൂരപ്പൻ്റെ പെൺവേഷം കണ്ടില്ലല്ലോ, കാണേണ്ടതായിരുന്നു. ഐശ്വര്യദേവതയായിട്ടുള്ള ലക്ഷ്മിക്ക് വരെ റണ്ണറപ്പ് കിട്ടിയ ഗുരുവായൂരപ്പൻ്റെ പെൺവേഷം കാണേണ്ടതായിരുന്നു എന്ന് നാരദ മഹർഷിയുടെ വർണ്ണനകൾ കേട്ടപ്പോൾ ഇരിക്കപ്പുറതിയില്ല. മഹാദേവൻ അപ്പം കാളപ്പുറത്ത് കയറി. ആണുങ്ങൾ ഷർട്ടിട്ടപ്പോൾ പെണ്ണുങ്ങളുടെ അപ്പം ചോദിക്കുക എങ്ങടാ പോണേന്ന്. പാർവതിയും ചോദിച്ചു, ഇതിനെ എങ്ങോടാ പോണേന്ന്. ആ ഗുരുവായൂരപ്പൻ്റെ പെൺവേഷം കാണാൻ പോവുക. എന്താ ഞാനും ഉണ്ട്. അപ്പം ഭൂതഗണങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് കാണാൻ മോഹമുണ്ട്, എന്നാൽ എല്ലാവരും വന്നോളൂ. സംഘമായിട്ട് ഗുരുവായൂർക്ക് വന്നു. എന്താ മമ്മിയൂരപ്പ വന്നേ? ഈ നാരദ മഹർഷി പറഞ്ഞു, അങ്ങൊരു പെൺവേഷം കെട്ടിയെന്ന്. അങ്ങയുടെ അവതാരം അയാദൃഷ്ട രമമാണസതേ ഗുണൈ. മത്സ്യമായിട്ടും കൂർമ്മമായിട്ടും വരാഹമായിട്ടും ഒക്കെ നരസിംഹമായിട്ട് അവതരിച്ചത് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ നാരദ മഹർഷി പറയണു അങ്ങ് ഒരു പെണ്ണിൻ്റെ വേഷം കെട്ടിയെന്ന്. എനിക്ക് അത്ര വിശ്വാസം വരാം. നാരദ മഹർഷി ശുദ്ധപൊളിയും പറയും, എനിക്ക് വിശ്വാസമായില്ല. അതുകൊണ്ട് സോഹം തൻ ദഷ്ടുമിച്ഛാമി എത്തെ യോഷിത് വബുദ്ധൃതം. അങ്ങയുടെ പെൺവേഷം എനിക്കൊന്ന് കാണണം. ഗുരുവായൂരപ്പൻ അപ്പം പറഞ്ഞു, ഇപ്പം എങ്ങനെയാ? കുന്നിന്മാനി കൂടെയുള്ളപ്പോൾ എങ്ങനെ നാരിയാവൂ ഞാൻ? പാർവതി കൂടെയില്ല, എനിക്ക് വേഷം മാറാൻ സമയം വേണ്ടേ? ഒരു സ്ത്രീ കൂടെയില്ല, അപ്പോൾ ഞാൻ എങ്ങനെയാണ് പെൺവേഷം കിട്ടുക? അപ്പൊക്കോളൂ അങ്ങ്, ഞാൻ കാണിച്ചു തന്നോളാം. മഹാദേവന് വല്ലാത്ത കുണ്ഠിതമായി. കുണ്ഠിതപ്പെടണ്ട, ഡോണ്ട് വറി, ഞാൻ കാണിച്ചു തരാം, തിരിച്ചു പൊക്കോളൂ. മഹാദേവനും സംഘവും തിരിച്ച് കൈലാസത്തിലേക്ക് പോയി. വന്ന വഴിക്ക് തന്നെയാണ് പോയത്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ ഇല്ലാതിരുന്നതായ ഒരു ബ്യൂട്ടിഫുൾ ഗാർഡൻ, അതി മനോഹരമായ സസ്യലതാദികൾ, പക്ഷിമൃഗാദികൾ, കളകളാരവം മുഴക്കുന്ന അരുവി തുടങ്ങിയിട്ടുള്ള കാമോദ്ദീപകമായിരിക്കുന്ന ഒരു പൂന്തോട്ടം. ചന്ദ്രചൂടൻ ഗമിക്കും മാർഗത്തിൽ നന്ദനമെന്നൊരു ധ്യാനം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തതോദർശോപവനേ വരസ്ത്രിയം വിചിത്ര പുഷ്പാരുണപല്ലഭദ്രുമേ വിക്രീഡതിം കന്തുകലീലയാല സദ്ദുകൂലപര്യസ്തനിതംബമേഖലാം. പന്തടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. തൊട്ടടുത്ത് ഭൂതഗണങ്ങളുണ്ടെന്നോ ഉമാദേവി ഉണ്ടെന്നോ ചിന്തിച്ചില്ല. കാളാപ്പുറം ചാടി ഇറങ്ങി അവളുടെ അടുത്തേക്ക് ഓടി. അവളുടെ അടുത്തേക്ക് ഓടിയപ്പോൾ അവൾ ഉടൽ ദൂരത്തേക്ക് ഓടി. ഇങ്ങനെ ഓടി 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 ഏകാന്തമായൊരു സ്ഥലത്തെത്തി. ഏകാന്തമായൊരു സ്ഥലത്തെത്തിയപ്പോൾ അവളുടെ തലമുടിക്കെട്ട് അഴിഞ്ഞു. അപ്പോൾ ഇടത്തെ കൈ കൊണ്ട് തലമുടിക്കെട്ട് പിടിച്ചുകൊണ്ട് വലത്തെ കൈ കൊണ്ട് ഭഗവാൻ പന്തടിക്കാൻ തുടങ്ങി. ആ സമയത്താണ് പെട്ടെന്ന് കാറ്റടിച്ചത്. കാറ്റടിച്ചപ്പോൾ വസ്ത്രങ്ങൾക്ക് സ്ഥാനചലനം സംഭവിച്ചു. വസ്ത്രം നേരെയാക്കണോ, തലമുടി പിടിക്കണോ, പന്തടിക്കണോ എന്ന് സംശയമായി. മഹാദേവൻ ഓടി വന്ന് കേശബന്ധ ഉപാനീയ ബാഹുഭ്യാം പരിഷസ്വജ് ഇറുക്ക കെട്ടിപ്പിടിച്ചു. കെട്ടിപ്പിടിച്ചതേ ഓർമ്മയുള്ളൂ. പൂന്തോട്ടവും ഇല്ല, കളകളാരവവും ഇല്ല, പക്ഷിമൃഗാദികളില്ല, സസ്യലതാദികളില്ല, ഗാർഡനും ഇല്ല, ഒന്നുമില്ല. മമ്മിയൂരപ്പനും ഗുരുവായൂരപ്പനും തമ്മിൽ പരസ്പരം ആലിംഗനബദ്ധരായിട്ട് നിൽക്കണു. മമ്മിയൂരപ്പൻ്റെ ഭസ്മം ഗുരുവായൂരപ്പൻ്റെ മേത്ത്, ഗുരുവായൂരപ്പൻ്റെ കളഭം മമ്മിയൂരപ്പൻ്റെ മേത്ത്. ഗുരുവായൂരപ്പൻ ചോദിച്ചു മമ്മിയൂരപ്പനോട്, എന്താ ഇവിടെയെന്ന്. അപ്പോഴാണ് മനസ്സിലായേ, ഒരു നിമിഷ നേരത്തേക്ക് കാമവൈരിയായിട്ടുള്ള തന്നെ പോലും മോഹിപ്പിച്ചതായിട്ടുള്ള ആ ഭഗവാന്റെ കപടയുവതി വേഷോ മോഹയൻ യസ്സുരാരിൻ തപഹമുപസദാനാം കാമപൂരം നതോസ്മി എന്ന് പറഞ്ഞ് അവിടെയും കപടയുവതി വേഷോ എന്നാണ് പറഞ്ഞ് ഗുരുവായൂരപ്പനെ നമസ്കരിച്ചുകൊണ്ടാണ് ആ പ്രകരണം സമർപ്പിക്കുന്നത്. പിന്നീടാണ് 7ാമത്തെ മന്വന്തരം, വൈവസ്വത മന്വന്തരത്തിൽ ഇപ്പം നടക്കുന്ന മന്വന്തരം. ആ മന്വന്തരത്തിൽ ഭഗവാൻ മഹാബലിയുടെ കയ്യിൽ നിന്ന് 3 അടി മണ്ണെന്ന വ്യാജേന എല്ലാം അപഹരിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് പരീക്ഷത്തിന് അത്ഭുതം. പാലാഴിമഥനത്തിന് ശേഷം നടന്ന ദേവാസുര യുദ്ധത്തിൽ അസുരചക്രവർത്തിയായ മഹാബലി കൊല്ലപ്പെട്ടു എന്നല്ലേ ഗുരുനാഥ അങ്ങ് പറഞ്ഞ്? ഈ മരിച്ചാളുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് 3 അടി മണ്ണ് സ്വീകരിക്കുക? ആ കഥയാണ് 9 അധ്യായങ്ങളിലായിട്ട്
മലയാളികൾ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നതായ ആ മഹാബലിചരിതം വാമനാവതാരം കഥ പറയുന്നു 9 അധ്യായങ്ങളായിട്ട്.